കളിയാക്കുന്നുണ്ടാ? അയ്യോ, കളിയാക്കിയതല്ല റെസ്പെക്ടഡ് മിനിസ്റ്റർ, ഒരു സത്യം പറഞ്ഞതാ. സ്വന്തം തന്ത ഇവിടെ മരണത്തോട് മല്ലിടുന്നു. അവനും അവളും കൂടെ അർമാദിച്ച് നടക്കുവാ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും വരരുതെന്ന്. ഉപദേശിച്ചാലും ശാസിച്ചാലുവേ നീ എന്നെ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യും? നിങ്ങളെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോവാനുള്ള വിട്ടിത്തരൊന്നും ഞാൻ കാണിക്കില്ല. ആ പക്ഷേ നിങ്ങളെ ഞങ്ങള് കൊല്ലാതെ കൊല്ലും. ആ കാര്യം മറക്കണ്ട. പോടി അവിടുന്ന്, കിടന്ന് ചെലക്കാതെ. ഞാനിപ്പോ ആരാന്ന് നിനക്കറിയാമോ? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. മന്ത്രിക്ക് പിന്നാലെ ഇടിവാളുമായി ഒരു ഇണ്ടാസ് വരുന്നുണ്ട്. അതിനെ ഞങ്ങൾ സുപ്രീം കോർട്ടിൽ ഒരു വക്കീലിനെ കാണാൻ പോയത്. പെറ്റീഷൻ മൂവ് ചെയ്യും ഉടനെ. അന്വേഷണം 1 അല്ല 2 നമ്പർ 1, ജഗന്നാഥന്റെ കൊലപാതകം. യഥാർത്ഥ കുറ്റവാളി ആര്? ഇനി നമ്പർ 2, വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മ സാറിനെ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ നോക്കിയത് ആര്? കേന്ദ്ര ഏജൻസികളാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ കുടുങ്ങും. കരുതി നടന്നോ? അധികകാലം മന്ത്രി കസേരയിൽ കയറി മെഴുകാവെന്ന് വിചാരിക്കണ്ട. തീരൂ ഇതൊക്കെ. ഇല്ലെങ്കിൽ തീർക്കും ഞങ്ങള്. വരാജു, മാഡം, എന്താണ് വിദ്യാഭ്യാസ വകുപ്പിലെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ? ആ വകുപ്പില് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റ് കൂടി തീരുമാനങ്ങൾ എടുത്ത ശേഷം വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. മാഡം, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? തീർച്ചയായും. കുട്ടികളുടെ പഠനഭാരം എന്തായാലും ഞാൻ കൂട്ടും. പിന്നെ പുതിയ പുതിയ സിലബസുകൾ കൊണ്ടുവരും. ഹൈടെക് സ്കൂളുകൾ എന്ന രീതിയെ ഞാൻ മാറ്റിക്കളയും. കുട്ടികൾക്ക് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം? അതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇന്ന് ഒരു വീടുകളിലും പട്ടിണിയില്ല. അതുകൊണ്ട് സ്കൂളിലെ ഭക്ഷണ രീതികള് അത് ഞാൻ നിർത്തിക്കളയും. നിലവിൽ ഒരു MLA പോലും അല്ല ശ്രീമതി അംബിക വർമ്മ. മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രി പദവി വഹിച്ചാ പോരായിരുന്നു? മിനിസ്റ്റർ ആയാൽ എന്താ തെറ്റ്? 6 മാസത്തിനകം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാ പോരെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 164A പ്രകാരം അങ്ങനെ നിബന്ധനയുണ്ട്. മാഡം, വർമ്മ സാറ് സുഖപ്പെട്ട് വരുമല്ലോ. അതുവരെ മറ്റൊരു പുതിയ മന്ത്രിയുടെ ആവശ്യമുണ്ടായിരുന്നോ? പാർട്ടി ചില ചുമതലകൾ എന്നെ ഏൽപ്പിച്ചു. പാർട്ടി പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. മാഡത്തിന്റെ ഐശ്വര്യത്തിനെല്ലാം കാരണം ആരാ? അത് ഈ നിൽക്കുന്ന എന്റെ ഒരേ ഒരു മകനാ. എന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും എന്റെ മകൻ ദീപക കാരണം. ഈ മകനെ കുറിച്ച് ചില കംപ്ലൈന്റുകളുണ്ട്. മതി മതി. അങ്ങനെ പ്രതാപവർമ്മയുടെ യുഗം അവസാനിച്ചു. മഹാദേവവർമ്മയുടെ യുഗം അത് എങ്ങനെ അവസാനിച്ചുവെന്ന് അംബികാവർമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന തോന്നുന്നു. എന്തായാലും അഴിമതി രഹിത ഭരണത്തിന്റെ അന്ത്യം കുറിക്കുകയാണ് നമ്മള്. കണ്ടവരോടൊക്കെ തെണ്ടി പാർട്ടി ഫണ്ടും പിരിച്ചാണ് ഓരോ ഇലക്ഷൻ നേരിടുന്നതും. അതുപോലെ പല തരികടയും കാണിച്ചാണ് ജയിക്കുന്നത്. ബിസിനസ്സുകാരായ മുതലാളിമാരും അബ്കാരികളും ഒക്കെ നമുക്ക് പിരിവ് തരുന്നതേ പുണ്യത്തിനല്ല, അവർക്കും കൂടെ പ്രയോജനത്തിനാ. അവരെ സഹായിച്ചേ പറ്റൂ. അഴിമതി കാണിക്കാതെ സഹായിക്കാനോ നമുക്കത് തിരിച്ചു കൊടുക്കാനോ പറ്റുമോ? അതിന് പ്രതാപവർമ്മയെ പോലുള്ള ആളുകൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും?
10 കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതും കാല് വാരുന്നതും പാര പണിയുന്നതും എങ്ങനെയും ജയിച്ച് മന്ത്രിയാവുന്നതും. പ്രതാപ വർമ്മയ്ക്ക് കാശുണ്ടായിരിക്കാം. അയാള് മഹാരാജാവിനെ പോലുള്ള ഒരാളുടെ മകളെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് നമുക്ക് കാശ് കിട്ടിയാ പുളിക്കുവോ? പണ്ട് ഞാൻ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് എന്നെ നാട് കടത്തിയവനാ ഈ പ്രതാപവർമ്മ. അയാളുടെ അധ്യായം അവസാനിച്ചല്ലോ. നമുക്കിനി എന്തൊക്കെ തീരുമാനിക്കാം, എന്തൊക്കെ ചെയ്യാം? അത് പ്രത്യേകിച്ച് എന്ത് തീരുമാനിക്കാനാ അല്ലേ അംബികാവർമ്മ? ആദർശ രാഷ്ട്രീയം നടത്തി നാൾ കവലകളിൽ കാക്കകൾക്കിരിക്കാൻ പ്രതിമകളാവുകയല്ല നമ്മുടെ ലക്ഷ്യം. ഒരു 4-5 തലമുറയ്ക്കുള്ള സമ്പാദ്യമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കണം. ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അതിനു വേണ്ടത് മാറി നിൽക്കുന്ന ഭൂമാഫിയ, റിയൽ എസ്റ്റേറ്റ്, മയക്കുമരുന്ന് ഡീലുകൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. പല നിയമങ്ങളും എടുത്ത് പള്ളേ കളയണം. യെസ്, ഷീ ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. എന്റെ അഭിപ്രായം പറഞ്ഞ പരസ്പരം കാലു വാരാതെ ഒരു പരസ്പര ധാരണയോടെ കാക്കണം. എന്നിട്ട് മാസം തോറും കിട്ടുന്ന കോടികളെ അത് നമ്മൾ ഷെയർ ചെയ്യണം. ആ തീരുമാനമാണ് എന്തുകൊണ്ടും ഉചിതം അല്ലേ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്നാ മതി. അപ്പോ ഒരു ധാർമ്മികതയും കാണിക്കാതെ നമുക്കങ്ങ് ഭരിക്കാം. പൊതുജന സേവനമെന്ന മുദ്രാവാക്യം